ഹായ്, ഇന്ന് നമ്മുടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്നുള്ളത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്നാണ്. പാങ്ക്രിയാസിൽ നീർക്കെട്ട് വരിക എന്നുള്ളതാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാങ്ക്രിയാസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ എന്നുള്ളത് നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കി തരുന്ന ഒരു അവയവം എന്നതാണ്. അപ്പോൾ ഇതിൽ നീർക്കെട്ടുണ്ടാകുമ്പോഴാണ് നമ്മളതിനെ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്നുള്ളത് അതിശക്തമായിട്ടുള്ള വേദന, മെയിൽ വയറിൽ എപ്പിഗാസ്ട്രിയം എന്ന് പറയും, പൊക്കിളിന് മേലെയുള്ള ഭാഗത്ത് ഉണ്ടാവുക എന്നതും അത് ആ വേദന പുറകിലോട്ട് റേഡിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ശക്തമായ വേദനയോടൊപ്പം തന്നെ വയറ് വന്ന് വീർക്കുകയും ഒരുപക്ഷെ താഴെ കൂടി നമുക്ക് മോഷണോ ഗ്യാസോ പാസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്നുള്ളത് ശക്തമായിട്ടുള്ള വേദന എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിന്റെ കാരണങ്ങൾ? നമ്മൾ കൂടുതലായും കണ്ടുവരുന്ന കാരണങ്ങൾ രണ്ടാണ്. ആൽക്കഹോളിക് പാങ്ക്രിയാറ്റൈറ്റിസ്, ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പാങ്ക്രിയാസിന്റെ നീർക്കെട്ട്, അതിനാണ് ആൽക്കഹോളിക് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുക. രണ്ടാമത്തെ കാരണം ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസ്, പിത്തസഞ്ചിയിൽ ഉണ്ടാവുന്ന കല്ല്, അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും അതിനെ ഒന്നും ചെയ്യാതെ, സർജറി ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കല്ല് താഴെ ഇറങ്ങി വീണ് പാങ്ക്രിയാസിന്റെ ജ്യൂസ് ഒഴുകിപ്പോകുന്ന വഴിയിൽ തടസ്സമുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പാങ്ക്രിയാസിന്റെ നീർക്കെട്ടിനെയാണ് ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുക. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായും കണ്ടുവരുന്നത്, ആൽക്കഹോളിക് പാങ്ക്രിയാറ്റൈറ്റിസും ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസും. വേറെ കാരണങ്ങൾ എന്നുള്ളത് ഡ്രഗ് ഇൻഡ്യൂസ്, പലതരം മരുന്നുകൾ കൊണ്ട് പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. നമ്മുടെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്ന കൊളസ്ട്രോൾ കൂടിയാൽ പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ്, കാലങ്ങളായിട്ട് പാങ്ക്രിയാസിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും മറന്നു നീക്കി പുറത്തു വന്ന് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാം. അതൊന്നും അത്ര വലിയ കാരണങ്ങളല്ല. പക്ഷെ മെയിനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ ആൽക്കഹോൾ പാങ്ക്രിയാറ്റൈറ്റിസും ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസുമാണ്. അപ്പോൾ ഇതിന്റെ ലക്ഷണം വേദന കൂടാതെ ചില ആളുകളിൽ അത് മറ്റുള്ള അവയവങ്ങളെ ബാധിച്ച്, ഇപ്പോൾ ലങ്സിനെ ബാധിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവാം, ശ്വാസതടസ്സം ഉണ്ടാവാം. കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ അത് യൂറിൻ്റെ എമൗണ്ട് കുറഞ്ഞേക്കാം. വയറിനെ ബാധിക്കുകയാണെങ്കിൽ വയറ് വന്ന് വീർക്കും, താഴെ കൂടി ഗ്യാസോ മോഷണോ പാസ് ചെയ്യാതെ വയറ് വന്ന് വീർത്ത് നിൽക്കാം. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ വേദന കൂടാതെയുള്ള സിംറ്റംസ് എന്നുള്ളത്. ഇപ്പോൾ വേദന കൂടാതെ ലങ്സിനെയോ ഹാർട്ടിനെയോ കിഡ്നിയെ ബാധിച്ച് ശ്വാസമുട്ടലും BP കുറയലും യൂറിൻ കുറയുമ്പോഴുമാണ് നമ്മളതിനെ സിവിയർ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുക. വേദന വെച്ചിട്ടല്ല സിവിയറിറ്റി പറയുന്നത്. മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സിവിയർ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. മെജോറിറ്റി നമ്മൾ കാണുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് മൈൽഡ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആവാം, വേദന മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, വേറെ അവയവങ്ങളെ അത് ബാധിക്കാറില്ല. അത് സാധാരണഗതിയിൽ നമ്മൾ 2-3 ദിവസം അഡ്മിഷനാക്കി കുഴപ്പമില്ലാതെ പോകുന്നതാണ്. പക്ഷേ ഇങ്ങനെ വേറെ അവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കാം. ഇതിൻ്റെ ചികിത്സാ രീതി എന്നുള്ളത്, അങ്ങനെ പെയിൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു എമർജൻസി കാഷ്വാലിറ്റി ആയിട്ട് ബന്ധപ്പെടുക. അതാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക. കാരണം NPO എന്ന് പറയും, നിൽപ്പറോറൽ, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഡ്രിപ്പ് ഇടുക, കൂടുതൽ IV ഫ്ലൂയിഡ് ശരീരത്തിൽ കയറ്റുക, പെയിൻ മാനേജ് ചെയ്യുക, കാരണം വേദന കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക, ഭക്ഷണം കഴിക്കാതെ ഡ്രിപ്പ് ഇട്ട് വേദന കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള ചികിത്സാ രീതി. കുടലിളകി തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ വയറിൻ്റെ വീർമതയും വേദനയും കുറഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ പതുക്കെ ഭക്ഷണം കൊടുത്തു തുടങ്ങാറുണ്ട്. ഭക്ഷണം ടോളറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഭക്ഷണത്തിൻ്റെ എമൗണ്ടും കാഠിന്യവും കൂട്ടാറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഈ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണോ കാരണം അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ കൊണ്ടാണ് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടായതെങ്കിൽ ഗോൾ ബ്ലാഡർ എടുത്തു മാറ്റുക, ലാപ്രോസ്കോപ്പിക് കോൾസിസ്റ്റമി എന്ന് പറയും. അപ്പോൾ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കഴിക്കാതിരിക്കുക, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇന്നതരം മരുന്നാണെന്നുണ്ടെങ്കിൽ ആ മരുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വരാതിരിക്കുവാനുള്ള അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ് വരാതിരിക്കുവാനുള്ള പ്രധാനമായിട്ടുള്ള പോംവഴി.